എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പിസ്സയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു വെജിറ്റബിൾ പിസ്സയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനാദ്യം നമുക്ക് പിസ്സയുടെ ഒരു മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു 1/4 കപ്പ് ചെറിയ ഇളം ചൂടുവെള്ളം വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്ര നമുക്കൊരു ബൗളിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരും. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടലുണ്ടാവും. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. കുറച്ച് ഓയിലൂടെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പിസ്സയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 1.5 മണിക്കൂർ നമുക്കൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 1.5 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഈ മാവൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വരും. കാരണം ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പൊങ്ങി വരും. ഇനി വീണ്ടും നമ്മൾ ഇതെടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു ട്രേയിലേക്ക് ഇതൊന്ന് സെറ്റാക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നോർമൽ കേക്ക് തയ്യാറാക്കുന്ന ട്രേ എടുത്തേക്കുന്നത് 7 ഇഞ്ചിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മാവൊന്ന് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ എല്ലാം ഒരേ ലെവലിൽ തന്നെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാനായിട്ട് നോക്കണം. പിന്നെ സൈഡൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഒരേ ലെവലായിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് പ്രസ് ആക്കി എടുക്കണം. അതിനുശേഷം ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ പറ്റാഞ്ഞത്. ഇങ്ങനെ ഹോൾസ് ഇട്ടാൽ മാത്രമേ നമുക്കിത് പിസ്സ തയ്യാറാക്കുന്ന സമയത്ത് ഈ മാവ് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കത്തുള്ളൂ. ഫ്ലാറ്റായിട്ട് തന്നെ ഇരിക്കും. അതിനുവേണ്ടി നമ്മൾ ഈ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് പിസ്സ സോസ് വേണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പിസ്സ സോസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പിസ്സ സോസ് നമുക്ക് ആദ്യം ഒന്ന് ഈ ബേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനത് വാങ്ങിയിട്ടുള്ള പിസ്സ സോസാണ്. കടയിൽ നിന്ന് വാങ്ങിയ പിസ്സയുടെ സോസാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഒരേ സൈസ് വേണം നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സവാള, തക്കാളി, അതുപോലെ പച്ച കളർ ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ യെല്ലോയും അതുപോലെ റെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഒരു 50 ഗ്രാം ചീസുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. പിന്നെ ബാക്കി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബാക്കി വന്ന നമ്മുടെ പിസ്സയുടെ സോസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഒറിഗാനോയുടെ മുകളിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓവനൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു പിസ്സയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ 15 മിനിറ്റോടെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചൂടോട് തന്നെ നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്ന പിസ്സയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.